السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽ ബയാൻ ദർസ് അംഗങ്ങളെ, അപ്പോൾ നമ്മളെ ഫിഖ്ഹിൻ്റെ പാഠഭാഗത്തിൽ നിസ്കാരത്തിൻ്റെ ഫർളുകൾ റുക്കുനുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ റുക്കുനുകളിൽ നിന്ന് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞ്, ഒന്ന് നിയ്യത്ത്, രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം, മൂന്നാമത്തേതാണ് പറയുന്നത് സാലിസുഹ ഖിയാമു ഖാദിരിൻ ഫി ഫർളിൻ. ഫർള് നിസ്കാരത്തിൽ എണീറ്റ് നിൽക്കാൻ സാധിക്കുന്ന ഒരാൾ എണീറ്റ് നിൽക്കണം എന്നുള്ളതാണ്. അതിന് സുന്നത്ത് നിസ്കാരം നിർബന്ധമാക്കി നേർച്ചയാക്കി അല്ലെങ്കിൽ ഒരു ഖളാ വീട്ട് നിസ്കാരമാണെന്നൊക്കെ എന്നാലും നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ആ നിസ്കാരത്തിലൊക്കെ കഴിയുന്നവൻ എണീറ്റ് നിൽക്കാൻ കഴിയുന്നവൻ എണീറ്റ് നിന്ന് തന്നെ നിസ്കരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ പിരടി നേരെയാവുന്ന രീതിയിൽ അവൻ എണീറ്റ് നിൽക്കണം എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് നേരെ എണീറ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു തൂണിലോ അല്ലെങ്കിൽ ഒരു ചുമരിലേക്കോ ചാരിയിട്ടാണ് അയാൾ നിൽക്കണമെന്നെങ്കിൽ അങ്ങനെ ചാരിയിട്ടാണെങ്കിലും അയാൾ എണീറ്റ് നിൽക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു തൂണ് അല്ലെങ്കിൽ ഒരു ചുമര് അത് നീക്കിയാൽ പൊങ്ങുകഴിഞ്ഞാടും, അവന് വീഴും. ഈ രീതിയിലാണ് എന്നുള്ളതൊക്കെ. എന്നാലും അങ്ങനെയെങ്കിലും അവൻ ആ ഒരു ചുമരിലേക്കോ അല്ലെങ്കിൽ തൂണിലേക്കോ ചാരി നിന്നിട്ടെങ്കിലും അവൻ നിസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചാരി നിൽക്കാൻ കഴിയുന്നവനാണെങ്കിൽ പോലും ചാരി നിന്നിട്ട് നിസ്കരിക്കണം. അതിനും കഴിയാത്തവനാണ് പിന്നെ ഇരിക്കേണ്ടത്. അപ്പോൾ നിൽക്കാൻ കഴിയാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ എണീറ്റ് നിൽക്കാനേ കഴിയാത്ത ഒരാൾ അയാൾ ഇരുന്ന് നിസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ കാണും ഓരോരുത്തർ നടന്നു വരും, പിന്നെ ചെയറിലോ അല്ലെങ്കിൽ സ്റ്റൂളിലോ ഇരുന്ന് നിസ്കരിക്കുന്നത്. എണീറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എണീറ്റ് നിന്ന് നിസ്കരിക്കണം എന്നുള്ളതാണ്. റുക്കൂ ചെയ്യാനോ അല്ലെങ്കിൽ സുജൂദ് ചെയ്യാനോ കഴിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതുന്ന സമയത്ത്, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത്, നിയ്യത്ത് വെക്കുന്ന സമയത്ത് ഇവിടെ ഈ സമയങ്ങളിലൊക്കെ എണീറ്റ് നിൽക്കാൻ സാധിക്കുന്ന ഒരാളാണോ, ചാരിയിട്ടെങ്കിലും എണീറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ എണീറ്റ് നിന്നിട്ട് തന്നെ നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇനി എണീറ്റ് നിൽക്കാൻ കഴിയാത്തവനാണ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കപ്പലിൽ സഞ്ചരിക്കുന്ന ഒരാൾ നിന്ന് നിസ്കരിച്ചാൽ ഒരു പക്ഷേ കപ്പലിങ്ങനെ ആടുന്നതുകൊണ്ട് ചിലപ്പോൾ എണീറ്റ് നിസ്കരിച്ചാൽ അവനെ വീഴാനോ അല്ലെങ്കിൽ തല ചുറ്റാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിത്യശുദ്ധിയുള്ള ഒരാളാണ്, അയാൾ എണീറ്റ് നിന്നാൽ എന്ത് ചെയ്യും, അശുദ്ധി ഇങ്ങനെ ഒരു മൂത്രം പോയിക്കൊണ്ടിരിക്കും. ഇരുന്നാൽ അത്ര എന്ത് ചെയ്യാം പോയിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ഒരാൾക്കൊക്കെ വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം എന്നുള്ളതാണ്. ഇനി ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാളും റുക്കൂവിനും സുജൂദിനും വേണ്ടി അവൻ ആംഗ്യം കാണിക്കണം. ഇരുന്ന് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ റുക്കൂവിന് വേണ്ടിയിട്ട് അവൻ്റെ നെറ്റി മുട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുട്ടിനോട് നേരെയാകുന്ന രീതിയിൽ അവൻ കുനിയണം എന്നുള്ളതാണ്. സുജൂദിനാകുമ്പോൾ ഒന്നുകൂടി കൂടുതൽ കുനിയേണ്ടി വരും. ഇനി ഒരു രോഗിയെ അയാൾ ജമാഅത്തായി നിസ്കരിക്കുകയാണ്. കാരണം പള്ളിയിൽ ജമാഅത്തിൽ ഓൻ എന്ത് ചെയ്യുന്നത് കൂടുന്നുണ്ട്. അപ്പോൾ ജമാഅത്ത് കൂടുമ്പോൾ ഇമാമ് എണീറ്റ് നിസ്കരിക്കുന്നു, ബാക്കിയുള്ള ആളുകൾ എണീറ്റ് നിസ്കരിക്കുന്നു, കുഴപ്പമില്ല. കൂടെ തന്നെ എന്ത് ചെയ്യാം, ഇവനക്ക് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. മാത്രമല്ല ഇനി ഇമാമ് ഇരുന്ന് നിസ്കരിക്കുകയാണ്, ബാക്കിയുള്ള മഅ്മൂമിങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാവുന്നതാണ്, അതിനും കുഴപ്പമില്ല. ഇമാമ് ഇരുന്ന് നിസ്കരിച്ചാൽ മഅ്മൂമിങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാവുന്നതിനും കുഴപ്പമില്ല. ഇമാമ് എണീറ്റ് നിസ്കരിക്കുമ്പോൾ അവിടെ മഅ്മൂമിങ്ങൾക്ക് ഇരുന്ന് നിസ്കരിക്കണം, അതൊന്നും കുഴപ്പമില്ല. മാത്രമല്ല ചില ആളുകൾ ചിലപ്പോൾ 1-2 റക്അത്ത് 4 റക്അത്ത് നിസ്കാരത്തിൽ 1-2 റക്അത്ത് എണീറ്റ് നിസ്കരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം വന്നുകൊണ്ട് 3-4 റക്അത്ത് അവർ ഇരുന്ന് നിസ്കരിക്കും, അതിനും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇനി ഫാത്തിഹ ഓതും നമ്മൾ പറഞ്ഞു നിയ്യത്ത് വെക്കുമ്പോൾ, അതേപോലെ തക്ബീറത്തുൽ ഇഹ്റാം, അതേപോലെ ഫാത്തിഹ ഓതുന്ന സമയത്താണ് എണീറ്റ് നിൽക്കേണ്ടത്. ഒരാൾ ഫാത്തിഹ ഓതി കഴിഞ്ഞു, പിന്നെ സൂറത്ത് ഓതുന്ന സമയത്ത് അവന് ഇരുന്നു, കുഴപ്പമില്ല. ഫാത്തിഹ ഓതുന്ന സമയത്ത് നിർബന്ധമായതും ഫാത്തിഹ ഓതുന്ന സമയത്ത് അവൻ എണീറ്റ് നിൽക്കേണ്ടതാണ്. സൂറത്ത് ഓതുന്ന സമയത്ത് അവൻ ഇരുന്നു, കുഴപ്പമില്ല. ഏറ്റവും അഫ്ദലായത് അത് ഒഴിവാക്കലാണ്. സൂറത്ത് ഓതുന്ന സമയത്തും എണീറ്റ് നിൽക്കൽ തന്നെയാണ് ഏറ്റവും അഫ്ദലായത് എന്നാണ്. ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും അഫ്ദലായത് ഇഫ്തിറാഷിൻ്റെ ഇരിക്കലാണ്. നമ്മളെ ഒന്നാമത്തെ തഹിയ്യാത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ജുലൂസിലിരിക്കുന്ന ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഏറ്റവും അഫ്ദലായത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ തറബ്ഉ എന്ന് പറയും, ചമ്രമടിഞ്ഞിരിക്കുകയാണ്. മുട്ടിങ്ങനെ കെട്ടിയിട്ടുള്ള ചമ്രമടിഞ്ഞ് ഇരിക്കുകയാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷനാണ് തവറുക്ക്.
എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ ഇരിക്കുന്ന ആ തവറുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ആകുന്നു. ഇനി ഇങ്ങനെയൊന്നും ഇരിക്കാൻ കഴിയാത്ത ഒരാൾ നിൽക്കാം. എന്നാൽ ഈ ഇരുത്തത്തിൽ വെച്ച് ഏറ്റവും അഫ്ദൽ ഈ മൂന്നെണ്ണമാണ്. ഈ മൂന്നെണ്ണം കഴിയാത്ത ഒരാൾ ചെയറിലോ അല്ലെങ്കിൽ സ്റ്റൂളിലോ എങ്ങനെയൊക്കെ ഇരിക്കാം. അപ്പോൾ നിൽക്കാൻ കഴിയാത്തവൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ ഇരിക്കുക എന്നുള്ളതാണ്. ആ ഇരിക്കുക എന്നുള്ളതിൽ നിന്ന് തന്നെ ഏറ്റവും അഫ്ദൽ ഇഫ്തിറാഷ്, തറബ്ബ്, പിന്നെ തവറുക്ക് ഇങ്ങനെയാണുള്ളത്. അതിനും കഴിയാത്തവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കാം. ഇരിക്കാനും കഴിയാത്തവൻ എന്ന് പറഞ്ഞാൽ ഇനി സ്റ്റൂളിലോ അല്ലെങ്കിൽ ചെയറിലോ പോലും ഇരിക്കാൻ കഴിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ചെരിഞ്ഞ് കിടന്നിട്ടാണ്, വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്നിട്ടാണ് അവൻ നിസ്കരിക്കേണ്ടത്. വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ അവന് മുൻഭാഗം, മുഖം അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിന് മുൻഭാഗം ഖിബിലയിലേക്ക് മുന്നിട്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ കഴിയാത്ത ഒരാൾ വേണമെങ്കിൽ ഇതിൻ്റെ ഇടതുവശത്തേക്ക് എന്ത് ചെയ്യാം, ചെരിഞ്ഞ് കിടക്കാവുന്നതാണ്. ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കാം ഒരു കാരണമില്ലാതെ. എന്ന് പറഞ്ഞാൽ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ സാധിക്കുന്ന ഒരാൾ ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്നാൽ അത് കറാഹത്താകുന്നു. ഏതായാലും ഇരിക്കാൻ കഴിയാത്തവൻക്ക് മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്, കടന്ന് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കലാകുന്നു. അതിനും കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മലർന്ന് കിടന്ന് നിസ്കരിക്കലാകുന്നു. മലർന്ന് കിടന്ന് നിസ്കരിക്കുമ്പോൾ കാല് ഭാഗം ഖിബിലിൻ്റെ ഭാഗത്തേക്കാണ് വരിക, കാല് ഖിബിലിൻ്റെ ഭാഗത്തേക്ക്. കാരണം അവനിങ്ങനെ അവിടെ നിന്ന് ഇരുന്നാൽ മുഖം നേരെ ഖിബിലയിലേക്ക് വരുന്ന രീതിയിൽ കാല് ഭാഗം ഖിബിലയിലേക്കും പിന്നെ കിഴക്ക് ഭാഗത്തേക്ക് അവൻ്റെ തലയും വെച്ചു. മാത്രമല്ല ആ തലൻ്റെ അടിയിൽ ഒരു തലയണയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തല പൊക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചു കൊടുക്കലും സുന്നത്താകുന്നു. അത് ഇങ്ങനെ തലൻ്റെ ബാക്കിൽ എന്തെങ്കിലും എന്നാൽ മുഖം ശരിക്കും ഖിബിലയിലേക്ക് മുന്നിട്ടാവാൻ വേണ്ടിയിട്ട് തലൻ്റെ ബാക്കിൽ തലയണ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്കൽ നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ മുഖം ഖിബിലക്ക് നേരെ ആവാൻ വേണ്ടിയിട്ടാകുന്നു. ഏതായാലും ഈ കിടന്ന് നിസ്കരിക്കുന്നവനെ അവൻ ഖിബിലയിലേക്ക് നോക്കിയിട്ട് അവൻ റുക്കുവിനും സുജൂദിനും ഇങ്ങനെ ആംഗ്യം കാണിക്കണം എന്നുള്ളതാണ്. ആംഗ്യം കാണിക്കുക, തല ഇങ്ങനെ എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ അനക്കുക. റുക്കുവിന് വേണ്ടിയിട്ടും സുജൂദിനാകുമ്പോൾ കുറച്ചും കൂടുതൽ അടിക്ക് ആക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുക, റുക്കുവിനും സുജൂദിനും അവർ ചെയ്യേണ്ടത്. ഇനി ഒരാൾക്ക് തല അനക്കാനും സാധിക്കുന്നില്ല, മലർന്നിങ്ങനെ കിടക്കുകയാണ്, തല അനക്കാനും സാധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ കൺപോളകൾ കൊണ്ടെങ്കിലും അവൻ റുക്കുവും സുജൂദും അവൻ അങ്ങനെ ആംഗ്യം കാണിക്കണം എന്നല്ല, അങ്ങനെ കണ്ണോട് ആക്കിയിട്ടെങ്കിലും അവൻ റുക്കുവും സുജൂദും ചെയ്യണമെന്നാണ്. ഇനി അതിനു പോലും സാധിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ വെറും ഇങ്ങനെ എന്തിനത് ജീവച്ഛമായി കിടക്കണം. അങ്ങനെ കിടക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നത് ആംഗ്യം കാണിക്കാനൊന്നും കഴിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിലെങ്കിലും ഇപ്പോൾ നിസ്കരിക്കുകയാണെന്നും അതിനെ നിയ്യത്ത് വെക്കുകയും ഓതുകയും അതേപോലെ റുക്കുവും സുജൂദും ഇങ്ങനെ നിസ്കാരത്തിൻ്റെ രൂപം ഇങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അവൻക്ക് ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം ഒഴിവാക്കാൻ പറ്റുന്നതല്ല. നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, അതിന് കഴിയാത്തവൻ ഇരുന്നിട്ട്, അതിന് കഴിയാത്തവൻ ചെരിഞ്ഞ് കിടന്നിട്ട്, അതിന് കഴിയാത്തവൻ മലർന്ന് കിടന്നിട്ട്, അതിൽ തന്നെ മലർന്ന് കിടന്നിട്ട് ആംഗ്യം കാണിക്കാൻ കഴിയുന്നവൻ അങ്ങനെയും, കാണിക്കാൻ കഴിയാത്തവൻ മനസ്സിലെങ്കിലും നിസ്കരിക്കണം എന്നുള്ളതാകുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഫർളായ നിസ്കാരങ്ങളിലാണ് എന്ത് ചെയ്യാം, എണീറ്റ് നിൽക്കുന്ന നിർബന്ധം. സുന്നത്തായ നിസ്കാരങ്ങളിലാണെന്നുണ്ടെങ്കിൽ, സുന്നത്ത നിസ്കാരത്തിലാണെന്നുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കാൻ കഴിയുന്നവനും വേണമെങ്കിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടന്നിട്ടോ നിസ്കരിക്കാവുന്നതാണ്. സുന്നത്തായ നിസ്കാരങ്ങൾക്ക് എണീറ്റ് നിൽക്കാൻ കഴിയുന്നവൻക്കും വേണമെങ്കിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടന്നിട്ടോ നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യുക, എണീറ്റ് നിസ്കരിക്കാനുള്ള ഒരു മടി നിൽക്കാം. അങ്ങനെയാണെങ്കിൽ ഇരുന്നിട്ടെങ്കിലും നിസ്കരിക്കണം എന്നുള്ളതാണ് സുന്നത്ത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, നിന്നിട്ടുമാണ് നിസ്കരിക്കുന്ന 2 റക്അത്തിന്, ബാക്കി എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 റക്അത്ത് നിന്ന് നിസ്കരിച്ചാൽ ബാക്കി ഒരു 10 റക്അത്തോ അല്ലെങ്കിൽ 8 റക്അത്തോ ഒക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ബാക്കി ഇരുന്നിട്ടെങ്കിലും നിസ്കരിക്കണം എന്നാണ്. ഏറ്റവും അഫ്ദലായത് നിന്നിട്ട് നിസ്കരിക്കൽ തന്നെയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ കാലിന് നീര് കെട്ടി വീർക്കുന്നത് വരേക്കും നിന്ന് നിസ്കരിച്ചിരുന്നു എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാം. ഏതായാലും ഏറ്റവും അഫ്ദലായ രൂപം നിന്ന് നിസ്കരിക്കലാണ്. എന്നാൽ പോലും ഇനി അതിന് കഴിയാത്ത അല്ലെങ്കിൽ അതിന് മടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടന്നിട്ടും നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റുക്കൂഇനും സുജൂദിനും വേണ്ടി ഇരിക്കേണ്ടതാണ്. നമ്മൾ ഖിയാമിൽ മാത്രം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക, പിന്നെ റുക്കൂഇനും സുജൂദിനും വേണ്ടി ഓന് ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ്. മലർന്ന് കിടന്ന് നിസ്കരിക്കാൻ പറ്റില്ല. എന്നാൽ ഇരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിൽക്കാൻ കഴിയുന്ന, ചെരിഞ്ഞ് കിടക്കാനെങ്കിലും കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മലർന്ന് കിടന്ന് നിസ്കരിക്കാൻ പറ്റില്ല. ഇതിനൊന്നും കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ മലർന്ന് കിടന്ന് സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്.
ഇനി നമ്മൾ രാത്രിക്ക് നിസ്കരിക്കണം. സുന്നത്തായി മുത്തലക്കായ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ അവിടെ നീണ്ട ഖിറാത്തുകളൊക്കെ ഓതിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കലാണോ, അതോ കുറഞ്ഞ ചെറിയ ചെറിയ സൂറത്തുകൾ അല്ലെങ്കിൽ കുറഞ്ഞ എന്തിനത് സൂറത്തുകളൊക്കെ ഓതിയിട്ട് കുറഞ്ഞ ആയത്തുകളൊക്കെ ഓതിയിട്ട് ധാരാളം റക്അത്തുകൾ നിസ്കരിക്കലാണോ അഫ്ദൽ? എന്നാൽ 2 റക്അത്ത് തന്നെ ദീർഘമാക്കലാണോ, 2 മണിക്കൂർ നീണ്ട 2 റക്അത്ത് നിസ്കാരമാണോ, അതോ 10 റക്അത്ത് തന്നെ 2 മണിക്കൂർ കൊണ്ട് 10 അല്ലെങ്കിൽ 20 റക്അത്ത് നിസ്കരിക്കലാണോ ഏറ്റവും അഫ്ദൽ? ഈ ചർച്ചയിൽ മഹാന ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 2 റക്അത്ത് ദീർഘിപ്പിക്കലാകുന്നു. ധാരാളം റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ഉള്ള 2 റക്അത്ത് ദീർഘിപ്പിക്കലാകുന്നു എന്ന്. ഇനി സുജൂദും റുക്കൂഉം അത് വെച്ച് നോക്കുമ്പോൾ അതിൽ സുജൂദ് അധികരിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം സുജൂദിൻ്റെ അവിടെ ദിക്റുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ ദുആകളോ മറ്റോ ദിക്റുകളും ഒക്കെ ചൊല്ലിയിട്ട് സുജൂദ് അധികരിപ്പിക്കലാകുന്നു നല്ലത് എന്നുള്ളതാണ്. ചില ആളുകൾ അരമണിക്കൂറോ ഒക്കെ എന്ത് 3/4 മണിക്കൂറൊക്കെ സുജൂദിൽ ഇങ്ങനെ കിടന്നിട്ട് ദിക്റുകളും ദുആകളും ഒക്കെ നടത്തിയിട്ട് നിസ്കരിക്കുന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഏതായാലും റുക്കൂ അധികരിപ്പിക്കുന്നതിനേക്കാളും നല്ലത് സുജൂദ് അധികരിപ്പിക്കലാകുന്നു. കാരണം അഖ്റബുമാ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്. ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തത് അവൻ സുജൂദ് ചെയ്യുന്ന സമയത്താണ് എന്ന് ഹദീസിലുണ്ട്. അതടിസ്ഥാനത്തിൽ ആ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ദിക്റുകൾ ചൊല്ലുകയും അല്ലെങ്കിൽ ദുആകൾ നടത്തുകയും ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുജൂദ് അധികരിപ്പിക്കൽ നല്ലതാണ്. അപ്പോൾ ഇവിടെ അവർ 3ാമത്തെ റുക്ന് പറഞ്ഞു, എണീറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫർദ് നിസ്കാരത്തിൽ എണീറ്റ് നിൽക്കൽ നിർബന്ധമാകുന്നു. ഇനി 4ാമത്തെ റുക്നാണ് പറയാൻ പോകുന്നത്. ഖിറാഅത്തു ഫാത്തിഹത്തിൻ കുല്ല റക്അത്തിൻ. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. എല്ലാ റക്അത്തിലും ളുഹ്ർ 4 റക്അത്താണെങ്കിൽ 4 റക്അത്തിലും, സുബ്ഹി 2 റക്അത്താണെങ്കിൽ 2 റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാകുന്നു. കാരണം ഹദീസിലുണ്ട് ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ അത് ഓതാത്ത ഒരാൾക്ക് നിസ്കാരമേ ഇല്ല എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം ശരിയാവുക തന്നെ ഇല്ല എന്നാണ് അർത്ഥം. നിസ്കാരം ശരിയാവുക തന്നെ ഇല്ല. അപ്പോൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാത്ത എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ 4 റക്അത്തിലും 4 റക്അത്തിലും എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതാത്തവൻ്റെ നിസ്കാരം ശരിയാവുന്നതല്ല. എന്നാൽ മസ്ബൂക്കിൻ്റെ റക്അത്ത്, മസ്ബൂക്കിൻ്റെ അവിടെ ഫാത്തിഹ ഓതൽ നിർബന്ധമില്ല. കാരണം ഓന് വരുന്ന സമയത്ത് ജമാഅത്ത് നടക്കുകയാണ്. ജമാഅത്ത് നടക്കുന്ന സമയത്ത് ഇമാമ് തക്ബീർ നേരത്തെ കെട്ടിയിട്ടുണ്ട്. ഇവൻ തക്ബീർ കെട്ടി കുറച്ചായപ്പോഴേക്കും എന്നാൽ ഫാത്തിഹ ഓതി തുടങ്ങിയപ്പോഴേക്കും ഇമാം റുക്കൂയിലേക്ക് പോയാൽ ഇവൻ്റെ ഫാത്തിഹ ഇമാം വഹിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവൻ വരുന്ന സമയത്ത് ഇമാം റുക്കൂയിലാണ്, ഇവൻ നേരെ തക്ബീർ കെട്ടി നേരെ എന്ത് ചെയ്തു റുക്കൂയിലേക്ക് പോയാൽ ഇവൻ്റെ ഫാത്തിഹ 6 റക്അത്തിലെ ഫാത്തിഹ ഇമാം വഹിച്ചിട്ടുണ്ട്. അതും ഓതൽ നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മളെ നമ്മളൊരു ജമാഅത്തിൽ പങ്കെടുക്കുന്നു, അവിടെ നമ്മൾ ആദ്യം തക്ബീർ കെട്ടിയതിന് ശേഷം നമ്മൾ വജ്ജഹത്തൊക്കെ ഓതി, വജ്ജഹത്തു അല്ലെങ്കിൽ അഊദൊക്കെ ഓതി സുന്നത്തുകളൊക്കെ ചെയ്തു. നമ്മൾ അഊദു അതിൽ വജ്ജഹത്തു സുന്നത്താണ്. അതൊക്കെ എന്ത് ചെയ്തു ചെല്ലിയതിന് ശേഷം പിന്നെ ഫാത്തിഹ നോക്കുമ്പോഴേക്കും ഇമാമ് റുക്കൂയിലേക്ക് പോയാൽ ഒരു പക്ഷേ നമുക്ക് റുക്കൂയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എത്ര സമയമാണോ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നമ്മൾ എത്ര സമയമാണോ നമ്മൾ ചിലവഴിച്ചത് അത്രയും സമയം ഫാത്തിഹ ഓതിയിട്ടേ നമ്മൾ എന്താ പാടുള്ളൂ ഇമാമിൻ്റെ കൂടെ പോകാൻ പാടുള്ളൂ. വിശദമായിട്ടും ജമാഅത്തിൻ്റെ ബാബിൽ വരും. എന്ന് പറഞ്ഞാൽ ഞാൻ ജമാഅത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇമാം തക്ബീർ കെട്ടി, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തക്ബീർ കെട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം വജ്ജഹത്ത് ഓതി, അഊദ് ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇമാം എന്ത് ചെയ്തു റുക്കൂയിലേക്ക് പോയാൽ ആ ഫാത്തിഹ മുഴുവനായിട്ട് ഓതിയിട്ടേ എനിക്ക് പോകാൻ പാടുള്ളൂ. കാരണം ഫാത്തിഹ മുഴുവൻ ഓതാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയം ഞാൻ വജ്ജഹത്തും അഊദും ഒക്കെ ഓതി. ഇനി ഒരാൾ ഞാൻ എന്ത് ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യം അഊദ് എന്ന് എഴുതി, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് എഴുതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോഴേക്കും പിന്നെ ഇമാം റുക്കൂയിലേക്ക് പോയാൽ പിന്നെ 1-2 ആയത്തുകൾ ഓതുക, എന്നിട്ട് പിന്നെ റുക്കൂയിലേക്ക് പോവുക. കാരണം അഊദുക്ക് പകരമായ എന്നാൽ അഊദിൻ്റെ സമയം ആ സമയത്ത് ഫാത്തിഹയിൽ നിന്നുള്ള 1-2 ആയത്തല്ലേ കിട്ടുള്ളൂ. അത്രയും സമയം നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം റുക്കൂയിലേക്ക് പോവേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇമാമ് തക്ബീർ കെട്ടി അവസാനത്തിലാണ് നമ്മൾ തക്ബീർ കെട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫാത്തിഹ ഓതുക. കാരണം ഫാത്തിഹ ഓതി കഴിഞ്ഞ് പിന്നെ എന്തിനത് ഇമാമ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ട്, തക്ബീർ കെട്ടി ഉടനെ തന്നെ ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ട്, ഫാത്തിഹ ഓതി ആയപ്പോഴേക്കും ഇമാം റുക്കൂയിലേക്ക് പോയാൽ നമുക്കും റുക്കൂയിലേക്ക് പോവാം. നമ്മുടെ ഫാത്തിഹയുടെ പകുതി അല്ലെങ്കിൽ നമ്മുടെ ഫാത്തിഹ മുഴുവനായിട്ടും ഇമാമ് വഹിക്കുന്നതാകുന്നു. ഇനി ഒരു റക്അത്തിന് മാത്രമല്ല, എല്ലാ റക്അത്തിലും ഇതേപോലെ റുക്കൂയിൽ നിന്ന് എണീക്കുന്ന സമയത്ത് തിരക്ക് കാരണത്താലോ അല്ലെങ്കിൽ എന്ത് ചെയ്യും കുറച്ചേരൊക്കെ എന്ത് ചെയ്തു സുജൂദിൽ നിന്നിട്ടാണ് ഇവൻ എണീറ്റത് എന്നൊക്കെ
അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഇവൻ മെല്ലെ മെല്ലെ എന്ത് ചെയ്തു വരുന്നുള്ളൂ, സുജൂദിൽ നിന്നൊക്കെ അവൻ എണീറ്റ് ഖിയാമിലേക്ക് എത്തുമ്പോഴേക്കും ഇമാം ഫാത്തിഹ ഓതിയിട്ടുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്ത് എല്ലാ റക്അത്തിലും ഇവൻ ഫാത്തിഹ ഓതിയാവുമ്പോഴേക്കും ഇമാം റുക്കുവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവനക്കും റുക്കുവിലേക്ക് പോവാം. കാരണം ഇവൻ്റെ ഫാത്തിഹ ഇമാമെ വഹിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ ഈ മസ്ബൂക്കിൻ്റെ എന്ത് ചെയ്യുന്നത്, ഫാത്തിഹ ആരെ ഇമാമെ വഹിക്കുന്നതാണ്. ആ റക്അത്തിലെ ഫാത്തിഹ ഇമാം സലാം വീട്ടിന് ശേഷം ഇവൻ എന്ത് ചെയ്യുന്നത് വീണ്ടും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നുണ്ടാകും. എന്നാൽ ബാക്കി പൂർത്തിയാക്കുന്നുണ്ടാവും. 2 റക്അത്ത് ഇമാമിനൊപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി 2 റക്അത്ത് കൂടി ഇവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കണം. ആ നിസ്കാരത്തിലെ ഫാത്തിഹ, ആ റക്അത്തിലെ ഫാത്തിഹ, ആ 2 റക്അത്തിലെ ഫാത്തിഹ അവൻ സ്വന്തമായിട്ടും ഓതേണ്ടി വരും. അത് ഇമാം വഹിക്കുന്നതല്ല. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്മളിപ്പോൾ ജമാഅത്തിൽ ഇമാമ് നിസ്കരിക്കുകയാണ്, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തെക്ബീർ കെട്ടുകയും നമ്മൾ ആദ്യം എന്ത് ചെയ്ത് ഫാത്തിഹ ഓതി. അങ്ങനെ എന്ത് ചെയ്ത് ഫാത്തിഹ ഓതി, ഞാൻ പറഞ്ഞു ഫാത്തിഹ പൂർത്തിയായപ്പോഴേക്കും ഇമാമ് റുക്കുവിലേക്ക് പോയാൽ നമ്മളും റുക്കുവിലേക്ക് പോകണം. കാരണം നമ്മളുടെ ഫാത്തിഹൻ്റെ ബാക്കി ഇമാം വഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തെക്ബീർ കെട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഇമാമ് റുക്കുവിലേക്ക് പോയാൽ ഇമാമിനോട് കൂടെ നമ്മളും റുക്കുവിലേക്ക് പോകണം എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇമാമിനോട് കൂടെ റുക്കുവിലേക്ക് പോവാതെ ഇവൻ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിന്നു. അല്ലെങ്കിൽ ഇമാം എന്ത് ചെയ്തു, ഇവൻ തെക്ബീർ കെട്ടിയ ഉടനെ തന്നെ ഇമാം റുക്കുവിലേക്ക് പോയി. ഇവൻ വിചാരിച്ചു ഫാത്തിഹ ഓതിയിട്ട് പോയാൽ മതി. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഫാത്തിഹ പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതാനോ ഇവൻ നിൽക്കുകയും ഇവൻ റുക്കുവിലേക്ക് പോയപ്പോഴേക്കും ഇമാം എന്ത് ചെയ്തു, എഴുത്തുദാലിലേക്ക് വന്നു. അല്ലെങ്കിൽ ഇമാം എഴുത്തുദാലിക്ക് വന്നിട്ടും ഇവൻ റുക്കുവിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഇമാമിനോട് കൂടെ റുക്കു ഇവനക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൻ്റെ ആ റക്അത്ത് പോകുന്നതാണ്. ഇവൻ റക്അത്ത് മടക്കി നിസ്കരിക്കേണ്ടി വരും, റക്അത്ത് എക്സ്ട്രാ നിസ്കരിക്കേണ്ടി വരും. മനസ്സിലാ? അപ്പോൾ ഇവൻ പള്ളിയിലേക്ക് പോയപ്പോൾ ഇമാമ് തെക്ബീർ ഒന്നാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യുന്നത് തെക്ബീർ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും, ഫാത്തിഹ ഒതുങ്ങി തുടങ്ങി. നമ്മൾ ഇടയിലാണ് കയറുന്നത്. ഇടയിൽ നമ്മൾ നേരെ എന്ത് ചെയ്ത് തെക്ബീർ കെട്ടി ഫാത്തിഹ ഓതി പോതിയായാൽ നേരെ ഇമാമിൻ്റെ ഒപ്പം റുക്കുവിലേക്ക് പോവാം. അല്ലാതെ ഇവൻ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിന്നാൽ അങ്ങനെ എന്ത് ചെയ്തു, ഇവനക്ക് റുക്കു കിട്ടിയില്ല, ഇമാമിനൊപ്പം റുക്കു കിട്ടിയില്ല എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഇവനക്ക് ആ റക്അത്ത് കിട്ടുന്നതല്ല. ഇവൻ ഒരു റക്അത്ത് വീണ്ടും ഇമാമിൻ്റെ സലാമിന് ശേഷം ഈ റക്അത്ത് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഓൻ വജ്ജഹത്ത് ഓതി, ഇമാമിൻ്റെ ഒപ്പം എന്ത് ചെയ്തു, ഇമാം തെക്ബീർ കെട്ടി ഇവന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു വന്നു, ഇവൻ തെക്ബീർ കെട്ടി വജ്ജഹത്ത് ഓതിയാൽ നമ്മൾ പറഞ്ഞു ഇവൻ ആ വജ്ജഹത്തിൻ്റെ ഖദറനുസരിച്ച് ഫാത്തിഹയിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഓതണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓതിയിട്ടാണ് ഇവൻ എന്ത് ചെയ്തത് ഇമാമിൻ്റെ ഒപ്പം റുക്കൂ കിട്ടാത്തത്. അങ്ങനെയെങ്കിലും കുഴപ്പമില്ല. കാരണം ഇവൻ എന്ത് ചെയ്തു, വജ്ജഹത്ത് ഓതി, പിന്നെ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും എനിക്ക് നിർബന്ധമാണ് ഫാത്തിഹ ഓതിയിട്ട് എന്ത് ചെയ്യുന്നത് പിന്നെ ഇമാമിൻ്റെ ഒപ്പം പോവാൻ. അങ്ങനെ ഫാത്തിഹ ഓതിയപ്പോഴേക്കും ഇമാം എന്ത് ചെയ്തു, റുക്കുവിൽ നിന്ന് എണീറ്റ് എഴുത്തുദാലിക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സുജൂദിക്ക് എത്തിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇവൻ എന്ത് ചെയ്തു, റുക്കുവും എഴുത്തുദാലും കഴിഞ്ഞ് സുജൂദിക്ക് എത്തിയാൽ മതി. അപ്പോൾ കുഴപ്പമില്ല, ആ റക്അത്ത് അവർക്ക് കിട്ടും. കാരണം അവൻ പിന്തിയത് എങ്ങനെയാണ്, നേരത്തെ ഒരു സുന്നത്തിൽ ഇവൻ ഏർപ്പെടുകയും അതിന് പകരമായിട്ട് ഫാത്തിഹ ഫുള്ളാക്കുക അല്ലെങ്കിൽ ഫാത്തിഹ ഓതേണ്ട അവസരം വരികയും അങ്ങനെ ഓതിയപ്പോഴാണ് ഇമാമിൻ്റെ ഒപ്പം റുക്കൂ കിട്ടാത്തത്. അങ്ങനെ നേരത്തെ ഒരു സുന്നത്തുമായിട്ട് അവൻ ബന്ധപ്പെടാതെ അവൻ നേരത്തെ ഫാത്തിഹ തുടങ്ങി, അവൻ എന്ത് ചെയ്തു, തെക്ബീർ കെട്ടിയ ഉടൻ തന്നെ ഫാത്തിഹ തുടങ്ങി, എന്നിട്ട് പോതിയായപ്പോൾ ഇമാം റുക്കുവിലേക്ക് പോയി എങ്കിൽ ഇവനും ഒപ്പം പോവേണ്ടതാണ്. അല്ലാതെ ഇവൻ എന്ത് ചെയ്തു, ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കുകയും ഇമാമിൻ്റെ ഒപ്പം റുക്കൂ കിട്ടാതിരിക്കുകയും ചെയ്താൽ ഒരു റക്അത്ത് അവൻ കൊണ്ടുവരേണ്ടി വരും എന്നർത്ഥം. ഇനി ഫാത്തിഹ ഓതേണ്ടത് ബിസ്മിയും അടക്കമാണ്. ഷാഫി മദ്ഹബ് പ്രകാരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണ്. എന്ന് മാത്രമല്ല, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ അഭിപ്രായ പ്രകാരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഖുർആനിലെ എല്ലാ സൂറത്തുകളിലെയും, എന്നാൽ സൂറത്ത് തൗബ ബറാഅത്ത് എന്ന സൂറത്ത്, ആ തൗബ എന്തിനത് ആ ഒരു എന്തിനത് സൂറത്തല്ലാത്ത ബാക്കി എല്ലാ സൂറത്തുകളിലും ബിസ്മി ആ സൂറത്തിൽ പെട്ടതാകുന്നു എന്നുള്ളതാണ് ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായം. ഏതായാലും ബിസ്മിയോട് കൂടെയാണ്, എന്നാൽ 7 ആയത്തുകൾ ബിസ്മിയോട് കൂടെ 7 ആയത്തുകൾ പരിപൂർണമായിട്ടും ഓതണം എന്നുള്ളതാണ്. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ബിസ്മി ഓതിയിട്ടാണ് ഫാത്തിഹ ഓതിയിട്ട് എന്നുള്ളത് ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫാത്തിഹയിലുള്ള ഷദ്ദുകൾ, അതേപോലെ അതിലെ എന്തിനത് അക്ഷരങ്ങൾ, അതിൻ്റെ മഖ്റജുകൾ ഒക്കെ പാലിക്കേണ്ടതാകുന്നു. ഫാത്തിഹയിൽ ഷദ്ദുകൾ ഒഴിവാക്കിയാൽ, ഷദ് എന്ന് പറഞ്ഞാൽ 2 അക്ഷരങ്ങൾ ഉണ്ടാവുക. റബ്ബുൽ ആലമീൻ, റബ്ബ് എന്നുള്ളടത്ത് ബാഇന് ഷദ്ദുണ്ട്, റബബ് എന്നുണ്ടാവും, എന്ന് പറഞ്ഞാൽ 2 ബാ ഉണ്ടാവും എന്നർത്ഥം. ആ ഷദ്ദുകൾ പരിഗണിക്കാതെയാണെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഷദ്ദുകൾ ഒരക്ഷരമായി കൂട്ടുകയാണെങ്കിൽ 141 അക്ഷരങ്ങളുണ്ട്. അതേപോലെ ഷദ്ദുകൾ 2 എണ്ണമായി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 155 അക്ഷരങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്.
ഇത് ഏത് ഖിറാത്ത് പ്രകാരം? മാലിക് യൗമുദ്ദീൻ എന്നിടത്ത് മലിക് യൗമുദ്ദീൻ എന്നൊരു ഖിറാത്തുണ്ട്. ആ മലിക് യൗമുദ്ദീൻ എന്ന ഖിറാത്തിൽ 155 അക്ഷരങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം മാലിക്കിനടുത്ത് അലിഫ് പോയി മലിക്ക് എന്നാവുമ്പോൾ അങ്ങനെ ആകുമ്പോൾ 155 അക്ഷരങ്ങളുണ്ടാവുക. മാലിക് യൗമുദ്ദീൻ എന്ന ഖിറാത്ത് പ്രകാരം 156 അക്ഷരങ്ങളുണ്ടാകും. ഒരു അലിഫ് അവിടെ കൂടുതലായിരിക്കും. ഏതായാലും നമ്മൾ പറഞ്ഞു, ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിൻ്റെ അക്ഷരങ്ങൾ, അതേപോലെ തന്നെ ഷദ്ദുകൾ, അതേപോലെ മഹർജുകളൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കും. പ്രത്യേകിച്ച് ളാദ് എന്ന അക്ഷരം നമ്മൾ ഇൽമു തജ്വീദ് പഠിക്കുമ്പോൾ അതിന് ഇൽമു തജ്വീദ് കൃത്യമായി പഠിച്ചിട്ടായിരിക്കണം നമ്മൾ ഫാത്തിഹ ഓതേണ്ടതെന്ന് അർത്ഥം. കാരണം മഹർജ് എന്ന ഓരോ അക്ഷരങ്ങൾക്കും, പ്രത്യേകിച്ചും ളാദ് എന്നുള്ള അക്ഷരം, ആ ളാദ് എന്ന അക്ഷരം നാവിൻ്റെ എഡ്ജ്, അതിൻ്റെ സൈഡ് ഭാഗം പല്ലിൻ്റെ കോട്ടുപല്ലിൽ എന്ത് ചെയ്യും, തട്ടണം. അത് എത്രത്തോളം തട്ടുന്നു അത്രത്തോളം ആ വാദ് എന്ന അക്ഷരം വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അറബി ഭാഷയെ ലുഗത്തുൽ വാദ് എന്ന് പറയലുണ്ട്. പിന്നെ വാദ് എന്ന അക്ഷരം അറബിയിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മഹ്റജ് വരുന്ന അക്ഷരം അറബിയിൽ മാത്രമേ ഉള്ളൂ. അത് എത്രത്തോളം ഉഷാറായി ഉച്ചരിക്കുന്നോ അത്രത്തോളം അവൻ്റെ ഭാഷ ശുദ്ധിയായിരിക്കും, ഭാഷാശുദ്ധി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഫാത്തിഹയിൽ അർത്ഥം മാറ്റുന്ന രീതിയിലുള്ള പിഴവുകൾ, അൻഅംത അലൈഹിം എന്നോടത്ത് അൻഅംതു അലൈഹിം എന്നോ, ഇയ്യാക്ക നഅ്ബുദു ഇയ്യാക്കി നഅ്ബുദു എന്നോ, അങ്ങനെ അർത്ഥം മാറുന്ന രീതിയിലുള്ള തെറ്റുകൾ വരികയാണെങ്കിൽ അത് ആ ഫാത്തിഹ ശരിയാവുന്നതല്ല, നിസ്കാരം ശരിയാവുന്നതല്ല. ഇനി ഒരാൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഫാത്തിഹ ഇപ്പോൾ ഈ അടുത്ത ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ, ഇന്നലെ ഞാനോ അല്ലെങ്കിൽ ഇന്നോ രാവിലെയൊക്കെ ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ പഠിക്കാനും ഫാത്തിഹ പഠിക്കാൻ മാത്രം സമയം അവന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇസ്ലാമിലേക്ക് വന്ന സ്ഥിതിക്ക് അവനക്ക് ആ ഒരു സമയത്ത് നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാത്തിഹ അല്ലെങ്കിൽ ഫാത്തിഹ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഷദ്ദുകളും അല്ലെങ്കിൽ മഹ്റജുകളൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ, അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ വരികയാണെങ്കിൽ കുഴപ്പം ഇല്ല എന്നുള്ളതാണ്. ഇനി തെറ്റുകൾ വരാത്ത രീതിയിലുള്ള ചെറിയ എന്തിനത് പിഴവുകൾ, ഇയ്യാക്കന അബുദുള്ള ഇയ്യാക്കന അബുദ, അത് അർത്ഥം മാറുന്നില്ല, അർത്ഥം മാറാത്ത രീതിയിലുള്ള ചെറിയ തെറ്റുകളാണ്. അത് കുഴപ്പമില്ല, അതെന്താ പറയുക, അത് നമ്മളെ ഫാത്തിഹയെ ബാധിക്കുകയില്ല. പക്ഷേ അത് മനഃപൂർവ്വമാണെങ്കിൽ അങ്ങനെ ചെയ്യൽ ഹറാമാകുന്നു. ഇയ്യാക്കനെ അബുദു എന്നാണ് എന്ന് അറിയുന്ന ഒരാൾ ഇയ്യാക്കനെ അബുദ എന്ന് മനഃപൂർവ്വം മാറ്റുകയാണെങ്കിൽ അത് ഹറാമാകുന്നു. പക്ഷേ ഫാത്തിഹയെ ബാധിക്കുന്നതല്ല, കാരണം അർത്ഥത്തിൽ വ്യത്യാസം വരാത്തതുകൊണ്ട്, വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ വ്യത്യാസം വരാത്തതുകൊണ്ട് അത് ഫാത്തിഹയെ ബാധിക്കുന്നതല്ല, നിസ്കാരം ശരിയാവുന്നതാണ്. ഇനി അൽഹംദുലില്ലാഹു അൽഹംദുലില്ലാഹി എന്നുള്ളത് അൽഹംദ് ഹാന് പകരം അൽഹംദ് ഹാ ആക്കിയാൽ അത് എന്ത് ചെയ്യുന്നത് ഫാത്തിഹ ബാത്തിലാക്കും, നിസ്കാരം ബാത്തിലാക്കും എന്നുള്ളതാണ്. അതേപോലെ അർ റഹ്മാൻ അൽ റഹ്മാൻ എന്നുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഫാത്തിഹ അതിൻ്റേതായ മഹ്റജുകളും ഷദ്ദുകളും അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത് എന്നാണ്. അതേപോലെ ഫാത്തിഹ ഓതുമ്പോൾ മുവാലാത്ത് നിർബന്ധമാണ്. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടരെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം, ഇങ്ങനെ എന്ത് ചെയ്യുന്നത് തുടരെ കൊണ്ടുവരണം. നേരെ മറിച്ച് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും റഹ്മാൻ റഹീം എന്ന് പറ്റൂല. സാധാരണ പറയുന്നത് ഒരു ശ്വാസം എടുക്കാനുള്ള സമയം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ശ്വാസം എടുക്കാനുള്ള സമയം മാത്രം എന്തിനത് അനുവദിക്കും. അതിനപ്പുറം എന്ത് വിടവ് വന്നു കഴിഞ്ഞാൽ തലക്കം തന്നെ എന്ത് ചെയ്ത് തുടക്കത്തിൽ തന്നെ ഓതേണ്ടി വരും എന്നുള്ളതാണ്. അതേപോലെ ഫാത്തിഹൻ്റെ അടിയിൽ നിസ്കാരവുമായി ബന്ധമില്ലാത്ത ദിക്റുകൾ ചെല്ലിയാൽ അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ മടക്കി ഓതണം. ഇപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്നെത്തിയപ്പോൾ അതിനുശേഷം അമൃത അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് അങ്ങനെ എന്തെങ്കിലും ദിക്ർ ചൊല്ലി നിൽക്കാം. അങ്ങനെയാണെങ്കിൽ ഫാത്തിഹ തുടക്കം മുതൽ വീണ്ടും ചെല്ലേണ്ടതാകുന്നു. എന്നാൽ ഓൻ ഫാത്തിഹ ഓതുന്നതിനിടയിൽ ഇമാമിൻ്റെ ഫാത്തിഹയ്ക്ക് ആമീൻ പറയേണ്ടി വന്നു. ഫോർ എക്സാമ്പിൾ ഇമാമിൻ്റെ ഫാത്തിഹൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എത്തിയപ്പോൾ ഇവൻ ഫാത്തിഹ തുടങ്ങി മഅ്മൂം. സ്വാഭാവികമായിട്ടും ചെറിയ സൂറത്ത് ഓതുന്ന അല്ലെങ്കിൽ എന്തെയ്യുന്നത് സ്പീഡൊക്കെ ഖിറാഅത്ത് ഓതുന്ന ഒരു ഇമാമാണെന്നുണ്ടെങ്കിൽ ഇമാമിൻ്റെ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഫാത്തിഹ തുടങ്ങിയാൽ ഒരു പക്ഷേ ഇമാം റുക്കൂ പോകുമ്പോഴേക്കും ഇവൻ്റെ ഫാത്തിഹ ഉള്ളാവുകയില്ല. കാരണം ഇവൻ സാവധാനം ഖിറാഅത്ത് ഓതുന്ന ആളാണ്, ഇമാമാണെങ്കിൽ ഭയങ്കര സ്പീഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇമാമിൻ്റെ സൂറത്ത് ഓതുന്ന കാരണം ചെറിയ സൂറത്തൊക്കെ ഓതുന്ന ഇമാമ് വളരെ സ്പീഡ് ഓടുമ്പോൾ ഇമാമിൻ്റെ സൂറത്ത് ഓതുന്ന സമയത്തിനുള്ളിൽ എനിക്ക് ഫാത്തിഹ ഫുള്ളാക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഓനെ ഇമാമിൻ്റെ ഫാത്തിഹൻ്റെ പൗതിക്ക് ഫാത്തിഹ തുടങ്ങും ഒരു പക്ഷേ. അങ്ങനെ ഒരു ഫാത്തിഹ തുടങ്ങണേ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എത്തി. അപ്പോഴേക്കും ഇമാമ് വലദ്ദാല്ലീൻ എന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഇമാമിനോട് കൂടെ ഇവൻ ആമീൻ എന്ന് പറഞ്ഞു. മാമൂമിങ്ങളൊക്കെ ആമീൻ എന്ന് പറയില്ല, ആ കൂട്ടത്തിൽ ഇവൻ ആമീൻ എന്ന് പറഞ്ഞു, കുഴപ്പമില്ല.
വാക്യം എന്ത് ചെയ്താൽ മതി? റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മുതൽ വാക്യം ഓതിയാൽ മതി. തലക്കം തന്നെ ഓതേണ്ട ആവശ്യമില്ല. കാരണം ആമീൻ എന്നുള്ള ദിക്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ട ദിക്റാണ്. അല്ലെങ്കിൽ ഇവൻ ഫാത്തിഹയുടെ അടിയിൽ പെട്ടെന്ന് ഇമാം എന്ത് ചെയ്തു? തിലാവത്തിൻ്റെ സുജൂദിലേക്ക് പോയി. ഇവൻ എന്ത് ചെയ്തു? തിലാവത്തിൻ്റെ സുജൂദിലേക്ക് പോയി, കുഴപ്പമില്ല. തിലാവത്തിൻ്റെ സുജൂദ് വന്നതിന് ശേഷം ഇവനക്ക് ഫാത്തിഹയുടെ ബാക്കി ഓതിയാൽ മതി. അതേപോലെ ഏതാനും ചില അവസരങ്ങളിലൊക്കെ ദുആകളുണ്ടാകും. അപ്പോൾ എന്തിനത് ദുആകളുണ്ടാകും. ചിലപ്പോൾ വത്തീൻ വസ്സൈത്തൂൻ എന്ന സൂറത്തിന് അലൈഹിസ്സല്ലാഹു ബിഅഹ്കമിൽ ഹക്കീമീൻ എന്ന് പറയുമ്പോൾ ബല വ അന ദാലിക മിനശ് ഷാഹിദീൻ എന്ന് പറയാം. ദിക്റോ അല്ലെങ്കിൽ ദുആണ്. അല്ലാഹുമ്മ യസ്സിർ ഹിസാബന എന്നൊക്കെ അല്ലേ. ഇന്ന അലൈനാ ഇയാബഹും ഇന്ന അലൈനാ ഹിസാബഹും ഇന്ന ഇലൈനാ ഇയാബഹും ഇന്ന അലൈനാ ഹിസാബഹും എന്ന് പറഞ്ഞുകൊടുത്ത് എന്ത് ചെയ്യുന്നത്? അപ്പോൾ ഇന്ന ഇലൈനാ ഇയാബഹും ഇന്ന അലൈനാ ഹിസാബഹും എന്നിടത്ത് ഹിസാബഹും എന്ന് പറഞ്ഞുകൊടുത്ത് അല്ലാഹുമ്മ യസ്സിർ ഹിസാബന എന്നൊക്കെ ദ്വാരക്കും. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നത്? ഇടയിൽ വെച്ചിട്ടുള്ള ദുആകളുണ്ടെങ്കിൽ അതും ഇവൻ്റെ ഫാത്തിഹയുടെ ഇടയിൽ വന്നാൽ കുഴപ്പമില്ല, ഓനക്ക് ബാക്കി ഓതിയാൽ മതി. ഓനിങ്ങനെ ഫാത്തിഹ ഓതിൻ്റെ ഇടയിൽ മാലിക് യൗമിദ്ദീൻ എന്നെത്തിയപ്പോൾ അല്ലാഹുമ്മ യസ്സിർ ഹിസാബന, കാര്യം ഇമാം എന്ത് ചെയ്യും? ഇന്ന അലൈനാ ഹിസാബഹും എന്നെടുത്തേക്കെത്തി അല്ലാഹുമ്മ യസ്സിർ ഹിസാബന എന്നിട്ട് ബാക്കി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ ഇമാമിൻ്റെ എന്ത് ചെയ്ത് ഓത്തുമായി ബന്ധപ്പെട്ട് ഇവനക്ക് ഇടയിൽ ആമീനോ അല്ലെങ്കിൽ ദുആയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് തിലാവത്തിന് സുജൂദ് ചെയ്യാമെന്നാലും ഇവനക്ക് ബാക്കി ഓതിയാൽ മതി. അല്ലാതെ പുറത്തുനിന്നുള്ള വല്ല ദിക്റുമാണ് ഇവൻ എന്ത് ചെയ്തു? ഫാത്തിഹൻ്റെ ഇടയിൽ സുബ്ഹാനല്ലാഹ് എന്നോ അൽഹംദുലില്ലാഹ് എന്നോ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ദിക്റുകളൊക്കെ അവൻ ചൊല്ലിയാൽ അതിന് കാരണത്താൽ ഇവൻ തലക്കം തന്നെ ഫാത്തിഹ ഓതേണ്ടി വരും എന്നുള്ളതാണ്. ഇനി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇമാമിൻ്റെ ഖിറാഅത്തിൽ സൂറത്തുകളിൽ 4 സ്ഥലങ്ങളിൽ, പരിശുദ്ധ ഖുർആനിലെ 4 സ്ഥലങ്ങളിൽ മുഹമ്മദ് എന്ന പേര് വന്നിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും എന്ന ആയത്തിൽ മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ, ഖുർആനിൽ മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചെല്ലൽ സുന്നത്തില്ല എന്നുള്ളതാണ്. സാധാരണ ഖുർആൻ അല്ലാത്തോടത്ത് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചെല്ലുന്നത് പോലെ ഖുർആനിൽ മുഹമ്മദ് എന്ന് കേൾക്കുന്നിടത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചെല്ലൽ പ്രത്യേകം സുന്നത്തില്ല എന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മളിങ്ങനെ ഫാത്തിഹ ഓതാണ്. ഫാത്തിഹ ഓതി പകുതിയാകുമ്പോൾ ഇമാം ഇങ്ങനെ സൂറത്ത് ഓതാണ്. പക്ഷേ സൂറത്തിൻ്റെ അടിയിൽ ഇമാമിന് കിട്ടുന്നില്ല ബാക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇമാമിന് ബാക്കി പറഞ്ഞെടുക്കും. ഫത്ഹ് ചെയ്യാന്ന് പറയാം. ഇമാമിന് ബാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ബാക്കി പറഞ്ഞു കൊടുക്കുകയാണ്. ബാക്കി പറഞ്ഞു കൊടുത്തു. ഓനെന്ത് ചെയ്യും? ഏതെങ്കിലും സൂറത്ത് ഓതാണ്. ഓനെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്നോതാണ്. അപ്പോൾ മലിക്കിന്നാസ് എന്ന് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇലാഹിന്നാസ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞു കൊടുക്കും. അതിന് ശേഷം നമുക്ക് ഫാത്തിഹ ബാക്കി പൂർത്തീകരിക്കാം. എന്നാൽ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ നമുക്ക് ഫാത്തിഹ തലക്കം തന്നെ ഓതേണ്ട ആവശ്യമില്ല. ഫാത്തിഹൻ്റെ പകുതിയിൽ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്ത് ഇമാമിന് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇമാമിന് പറഞ്ഞു കൊടുത്തതായതുകൊണ്ട് തന്നെ ആ ഫാത്തിഹ മുറിയുകയില്ല. ഫാത്തിഹൻ്റെ ബാക്കി ഓൻ ഓതിയാൽ മതി. തലക്കം തന്നെ ഓതേണ്ട ആവശ്യം ഇല്ല. ഇനി ഇമാമിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഖിറാഅത്ത് എന്ന് ഉദ്ദേശിക്കുക. എന്ത് ചെയ്യാം? ഇത് എന്തിന്? ഖിറാഅത്താണ്, ഒരു ആയത്ത് ഓതാണല്ലോ. ഖുർആനിലുള്ള ഒരു ആയത്ത് നിസ്കാരത്തിൽ ഓതുക എന്ന് ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നത്? ഖിറാഅത്ത് ഓതുകയാണ് പ്ലസ് എന്തുകൂടിയാണ്? ഇമാമിന് പറഞ്ഞു കൊടുക്കലും കൂടിയാണ്. രണ്ടും ഉദ്ദേശിക്കുക. ഖിറാഅത്ത് ഓതുകയാണ്, ഇമാമിനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഉദ്ദേശിക്കുക. രണ്ടും കൂടി ഉദ്ദേശിക്കുക. എന്നാലും കുഴപ്പമില്ല. നേരെ മറിച്ച് ഇമാമിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്ന ഉദ്ദേശപ്രകാരം മാത്രം ഒരാൾ എന്ത് ചെയ്താലേ പറഞ്ഞു കൊടുത്താൽ നിസ്കാരം ബാത്തിലാകും. കാരണം നിസ്കാരം അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ്. അതിൽ നമ്മൾ മറ്റൊരാൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതെന്ത് ചെയ്യുന്നത്? ശരിയല്ല. അതിനൊപ്പം തന്നെ ഖിറാഅത്ത് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഖിറാഅത്ത് എന്ന് മാത്രം ഉദ്ദേശിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. വെറും ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അത് ഖിറാഅത്ത് ആർക്ക്? ഇമാമിന് കിട്ടാത്ത ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന ഉദ്ദേശപ്രകാരമാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. കാരണം ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പരിഗണിക്കുന്നത്, നമ്മൾ പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? അതിന് ഒരു ഖിറാഅത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അള്ളാഹുവിന് വേണ്ടിയും അല്ലെങ്കിൽ ഖിറാഅത്താണ് ഉദ്ദേശപ്രകാരവും പ്ലസ് എന്ത് ചെയ്യുന്നത്? ഇമാമിന് പറഞ്ഞു കൊടുക്കണം. നമ്മളിങ്ങനെ നിസ്കരിക്കണം. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ വാതിൽക്ക് നിന്നിട്ട് ഒരാൾ എന്ത് ചെയ്തു? കയറട്ടെ എന്ന് ചോദിച്ചു. റൂമിലേക്ക് കയറട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവനക്ക് മറുപടി എന്ന് വേണം. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, അല്ലെങ്കിൽ ഉദ്ഖുലൂഹാ ബിസലാമിൻ, പ്രവേശിച്ചോളൂ എന്ന് അവനോട് പറയണം. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് ഉദ്ഖുലൂഹാ ബിസലാമിൻ എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നിസ്കാരത്തിൽ അത് ഓതുമ്പോൾ നമുക്ക് എന്ത് ഉദ്ദേശം? ഒന്നെങ്കിൽ ഖിറാഅത്ത് എന്ന ഉദ്ദേശം, കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഖിറാഅത്ത് എന്ന ഉദ്ദേശമാണ് പ്ലസ് അയാൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ത് ചെയ്തത്? കയറാനുള്ളതാണ്, കയറിക്കോട്ടെ. രണ്ടും ഉദ്ദേശിച്ചു നിൽക്കാം, കുഴപ്പമില്ല. നേരെ മറിച്ച് അയാൾക്ക് കയറാനുള്ള എന്ത് ചെയ്തു? ഒരു പെർമിഷന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചു. ഞാൻ എന്താ ഖിറാഅത്ത് കൊണ്ട് ഈ ഉദ്ഖുലൂഹാ ബിസലാമിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തുദ്ദേശിച്ചു?
അയാൾ കയറിക്കോട്ടെ റൂമിൽ എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ നിസ്കാരം ബാത്തിലാവും ചെയ്യും. ഈ ബാത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെയാണ്. പക്ഷേ അഖീദയുടെ വിഷയത്തിൽ അങ്ങനെയല്ല. നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മളെ അഖീദൻ്റെ അവിടെ ഹദീസിന് പറഞ്ഞിരുന്നു, നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കുക, നിസ്കരിക്കുന്നത്, നോമ്പ് വെൽക്കുകയോ യുദ്ധം ചെയ്യുകയോ ഏത് നല്ല സൽപ്രവർത്തനം ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടി എന്ന് മാത്രം ഉദ്ദേശിക്കണം. ഒരാളെന്ത് ചെയ്തു, ഇത് അള്ളാഹുവിന് വേണ്ടിയാണ്, പ്ലസ് ആൾക്കാർ കാണും വേണം, പ്ലസ് എൻ്റെ പേര് ലിസ്റ്റിൽ വരും വേണം എന്ന്. അള്ളാഹുവിന് വേണ്ടി രണ്ടുമുണ്ട്. അള്ളാഹുവിന് വേണ്ടി എന്ന് ഉദ്ദേശമുണ്ട്, ആൾക്കാർ കാണണമെന്ന് ഉദ്ദേശമുണ്ടെന്നൊക്കെ ആ ഒരു പ്രവർത്തനത്തിന് കൂലി കിട്ടൂല. അള്ളാഹുവിന് വേണ്ടി എന്ന് മാത്രം തന്നെ ഉദ്ദേശിക്കണം. അതിനൊപ്പം ജനങ്ങൾക്ക് വേണ്ടിയെന്നോ അല്ലെങ്കിൽ വേറെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയെന്നോ അതിന് കൂടെയും ആഗ്രഹിക്കാൻ പറ്റുന്നതല്ല. അത് ഒന്ന് ഫിഖ്ഹാണ്, മറ്റേത് അഖീദ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ തസൂഫുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ കാര്യമാണ്. ഏതായാലും പോട്ടെ. ഇനി അതേപോലെ ഫാത്തിഹ നമ്മൾ പറഞ്ഞു തുടരെ ഓതണം എന്നല്ല. ഒരാളെന്ത് ചെയ്ത് ഫാത്തിഹൻ്റെ ഇടയിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഉണ്ടായിരുന്നാൽ അവൻ തലക്കം തന്നെ വീണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം എന്ന ഫാത്തിഹ തലക്കം തന്നെ വീണ്ടും ഓതേണ്ടി വരും. അങ്ങനെ പ്രത്യേകം എന്ത് ചെയ്യുന്നത് കാരണമില്ലാതെ അവൻ എന്ത് ചെയ്തു, ഫാത്തിഹൻ്റെ ഇടയിൽ ഇങ്ങനെ വെറുതെ മിണ്ടാതിരുന്നാലും അവൻ ഫാത്തിഹ തലക്കം തന്നെ ഓതേണ്ടി വരും എന്നുള്ളതാണ്. ഇനി അവസാനം ഫാത്തിഹ ഓൻ എന്ത് ചെയ്തു, ഫാത്തിഹ ഫുൾ ഓതിന് ശേഷം അവർക്ക് സംശയം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളടത്തുള്ളത് ആ സ്വാദ് ഞാൻ പറഞ്ഞുകൊണോ, തോത് ഞാൻ പറഞ്ഞുകൊണോ, ഏതെങ്കിലും ഒരു അക്ഷരം ഞാൻ വിട്ടിട്ടുണ്ടോ എന്ന് ഫാത്തിഹ ഓതിന് ശേഷമാണ് ഒരാൾക്ക് സംശയം എന്നൊക്കെ. അങ്ങനെയുണ്ടെങ്കിൽ ആ സംശയത്തിന് ഒരു വകുപ്പ് ഒരു ഇതില്ല, അസറുമില്ല, ഒരു സ്വാധീനവും എന്നാണ് ആ സംശയം പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഫാത്തിഹ മുഴുവനായി ഓതിയ ഒരാൾ സ്വാഭാവികമായിട്ടും അതിലെ എല്ലാ അക്ഷരങ്ങളും ഓതിയിട്ടുണ്ടാവും. ഒരക്ഷരം മാത്രം വിടാനുള്ള ചാൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഫാത്തിഹ മുഴുവൻ ഓതിന് ശേഷം അവർക്ക് സംശയം വന്നാൽ ആ സംശയത്തെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നേരെ വെച്ച് ഫാത്തിഹ ഓതി മുഴുവനായിട്ടിന് മുമ്പ് എന്നാൽ അവനിങ്ങനെ ഫാത്തിഹ ഓതി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നെത്തിയപ്പോൾ മാലിക് യൗമിദ്ദീൻ ഞാൻ ഓതിയോ, അതോ മലിക് യൗമിദ്ദീന, അല്ലെങ്കിൽ എന്ത് ചെയ്യാം മലിക് എന്നുള്ള കാഫ് ഏതെങ്കിലും അക്ഷരം ഞാൻ വിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ബിസ്മി ഞാൻ ഓതിയോ എന്നൊക്കെ സംശയമാണ് എന്നുണ്ടെങ്കിൽ അവൻ തലക്കം തന്നെ എന്ത് ചെയ്യണം, ഓതണം എന്നുള്ളതാണ്. അവൻ തലക്കം രണ്ടാമത് എന്ത് ചെയ്യാം, തുടക്കം മുതലേ വീണ്ടും ഓതുക എന്നുള്ളതാണ്. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നത് എല്ലാത്തിലെയും അസിൽ നോക്കും. അപ്പോൾ അങ്ങനെ ഓതാൻ ബിസ്മി ഓതിയിട്ടുണ്ടോ ഇല്ലെന്ന സംശയമാണെന്നുണ്ടെങ്കിൽ അസിൽ നോക്കിയാൽ, എന്നാൽ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ഓതാൻ സാധ്യതയില്ല. അടിസ്ഥാനം എങ്ങനെയാണ്, ഇല്ലായ്മയാണ്. നമ്മളെ മേത്തും തിന്നത് നജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്ന് സംശയം വന്നാൽ അസിൽ എന്താണ്, നജസിൻ്റെ സാധ്യതയില്ല എന്നുള്ളതാണ് അല്ലേ. സാധാരണ മനുഷ്യന് എപ്പോൾ ഇങ്ങനെ നജസ് ഉണ്ടാവുമോ, അപ്പം നജസ് ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് അസിൽ. നജസ് കണ്ടാൽ നമുക്ക് ഓക്കെ നജസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലാതെ എന്തെങ്കിലും നജസ് ഇല്ല എന്നുള്ള സംശയമാണെന്നുണ്ടെങ്കിൽ അവിടെ നജസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ വെക്കുക. അപ്പം അസിൽ ഇല്ലായ്മയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓതിയിട്ടുണ്ടോ ഇല്ലെന്ന് സംശയം വരികയാണെങ്കിൽ ഓതിയിട്ടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരിക. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നത്, ഫാത്തിഹൻ്റെ ഇടയിലാണ് സംശയം വന്നിട്ടുണ്ടെങ്കിൽ തൽക്കം തന്നെ വീണ്ടും ഓതുക. ഫാത്തിഹ കഴിഞ്ഞിട്ടാണ് സംശയം വന്നിട്ടുണ്ടെങ്കിലോ പിന്നെ ആ സംശയത്തിന് പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഫാത്തിഹ എന്നല്ല മറ്റു റുക്കുനുകളിലൊക്കെയും അവസ്ഥ ഇതേപോലെ തന്നെയാണ്. ഒരാൾ സുജൂദ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം, നിസ്കാരത്തിൽ സുജൂദ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം വന്നാൽ ആ സുജൂദ് അവന് കൊണ്ടുവരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ സുജൂദിൽ ഓന് കൈ വെച്ചിട്ടുണ്ടോ ഇല്ല സംശയം. എന്നാൽ ഒരു ഒന്നാമത്തെ റക്കഅത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്കഅത്തിലേക്ക് എണീറ്റപ്പോൾ ഈ ഒന്നാമത്തെ റക്കഅത്തിൽ സുജൂദിൽ ഞാൻ കൈ വെച്ചിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അവിടെ നെറ്റി വെച്ചിട്ടുണ്ടോ ഇല്ലേ, ഏതെങ്കിലും അവയവം ഞാൻ വെക്കാത്തതുണ്ടോ ഇല്ലേ എന്നൊരു സംശയം വന്നാൽ ആ സംശയത്തിന് പരിഗണനയില്ല. കാരണം ആ സുജൂദ് കഴിഞ്ഞു, അതിലുള്ള ഒരു ഭാഗമാണ് കൈ വെക്കുക അല്ലെങ്കിൽ നെറ്റി വെക്കുക എന്നുള്ളത്. അതിൽ സംശയം വന്നാൽ എന്ത് ചെയ്യുക, നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നേരെ വെച്ച് രണ്ടാമത്തെ റക്കഅത്തിൽ നമുക്ക് സംശയം വന്ന് നിൽക്കാം. ഒന്നാമത്തെ റക്കഅത്തിൽ ഞാൻ സുജൂദ് ചെയ്തോ ഇല്ലേ സംശയം വന്നാൽ അങ്ങനെയുണ്ടെങ്കിൽ അവനക്ക് എന്ത് ചെയ്യണം, ആ സുജൂദ് ചെയ്യണം. കാരണം ഒരു റക്കഅത്ത് കൂടിയും കൊണ്ടുവരേണ്ടി വരും, ആ റക്കഅത്ത് പരിഗണിക്കുന്നതല്ല. അപ്പോൾ അവനെന്ത് ചെയ്യാം, സുജൂദ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇനി നിസ്കാരം ഫുള്ള് കഴിഞ്ഞിട്ട് നിൽക്കാം. നിസ്കാരം ഫുള്ള് കഴിഞ്ഞിട്ട് അവനെന്ത് ചെയ്തു, അവനക്ക് സംശയം, ഞാൻ രണ്ടാമത്തെ റക്കഅത്തിൽ റുക്കൂ ചെയ്തോ എന്ന സംശയം. ആ സംശയത്തിൻ്റെ പരിഗണനയില്ല. കാരണം നിസ്കാരം മുഴുവൻ കഴിഞ്ഞു, നിസ്കാരത്തിൻ്റെ ഭാഗമാണ് റുക്കൂ എന്നുള്ളത്. അതുകൊണ്ട് നിസ്കാരം ഫുൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഭാഗത്തിൽ എന്തെങ്കിലും സംശയം വന്നാൽ ആ സംശയത്തിന് പരിഗണനയില്ല. നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾക്ക് സംശയം നോക്കാം. നിയ്യത്ത് വെച്ചോ എന്നൊരാൾക്ക് സംശയം നിസ്കാരത്തിന് ശേഷം, ഞാൻ അപ്പോൾ നേരത്തെ നിസ്കരിച്ചു നിയ്യത്ത് വെച്ചോ നോക്കാം. അങ്ങനെയെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, മടക്കി നിസ്കരിക്കേണ്ടി വരും. കാരണം നിയ്യത്ത് വെച്ചോ സംശയം ആണെങ്കിൽ ആ നിസ്കരിച്ചിട്ട് തന്നെ ഇല്ല, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ അസിൽ തന്നെയാണ് സംശയം, നിസ്കരിച്ചോ ഇല്ല എന്നുള്ളതിലാണ് സംശയം. അതുകൊണ്ട് വീണ്ടും നിസ്കരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി ഒരാളെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അന്തം വിട്ട് നിസ്കരിക്കണം, ഓഫിലായി അശ്രദ്ധനായി നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുന്ന ഇടയിൽ എന്ത് ചെയ്ത് ഓനിങ്ങനെ ഫാത്തിഹ ഓതുന്നുണ്ട്, ഓതി സിറാത്തുൽ ലദീന എത്തിയപ്പോഴാണ് നമുക്ക് ബോധോദയം വെച്ചത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം,
അപ്പോൾ അതിന് മുമ്പുള്ളൊക്കെ ഞാൻ ഓതിയോ? നമുക്ക് ഓർമ്മയില്ല, കാരണം അവരിങ്ങനെ ഹാലിൽ ഒരവസ്ഥയിൽ ഇങ്ങനെ ഓതുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഓതിയിട്ട് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എത്തിയപ്പോഴാണ് നമുക്ക് ഓർമ്മ, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എത്തിയില്ലേ, അപ്പോൾ അതിന് മുമ്പത്തേക്ക് ഞാൻ ഓതിയോ എന്നൊരാൾക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ അയാൾ തലക്കം തന്നെ എന്ത് ചെയ്യാം? വീണ്ടും ഓതണം എന്നുള്ളതാണ്. വീണ്ടും അവൻ തലക്കം തന്നെ ഓതേണ്ടതാകുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാത്തിഹൻ്റെ ഓർഡറിൽ തന്നെ ഓതണം. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ഒന്നാമത്തെ ആയത്ത്, രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം എന്നുള്ള ഓർഡറിൽ തന്നെ ഓതണം. ഓർഡർ അങ്ങോട്ട് ഇങ്ങോട്ട് തിരുത്താനേ പറ്റുന്നതല്ല, പരിശുദ്ധ ഖുർആനാണല്ലോ. ഇനി ഒരാൾക്ക് ഫാത്തിഹ അറിയില്ല നിൽക്കാം. ഞാൻ പറഞ്ഞു പല കാരണങ്ങളാൽ എന്ത് ചെയ്തു, ഈ ഒരു ഇപ്പോൾ അടുത്ത് ഇന്നലെ അല്ലെങ്കിൽ ഇന്നോ ആയിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ് ഫാത്തിഹ പഠിച്ചിട്ടില്ല. അവൻ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ അറിയുന്നുണ്ടെങ്കിൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ അറിയാത്ത ഒരാളാണെന്നെങ്കിൽ ഫാത്തിഹ അല്ലാത്ത വേറെ ഏതെങ്കിലും സൂറത്തുകളിൽ നിന്ന് 7 ആയത്തുകൾ ഓതുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ ആ 7 ആയത്തുകൾ ഓതുക എന്നുള്ളതാണ്. ഇനി എന്തിനത് എന്ന് പറഞ്ഞാൽ 7 ആയത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 156 മാലിക് യൗമുദ്ദീൻ എന്ന ഖിറാഅത്ത് പ്രകാരം 156 ഹർഫുകളാണുള്ളത്. 156 അക്ഷരങ്ങളുള്ള വേറെ ഏതെങ്കിലും എന്തിനത് ആയത്തുകൾ കാരണം വേറെ സൂറത്തുകൾ ഓതുക. സ്വാഭാവികമായിട്ടും ഫാത്തിഹ അറിയാത്തവരെ സംബന്ധിച്ചോളം വേറെ സൂറത്ത് അറിയാൻ സാധ്യതയില്ല. എന്നാലും ഫാത്തിഹ അറിയില്ല, മറ്റേ വേറെ ഏതെങ്കിലും സൂറത്ത് അറിയുന്നുണ്ടെങ്കിൽ ആ സൂറത്തിൽ നിന്ന് ഈ 156 അക്ഷരങ്ങൾ വരുന്ന അത്രയും ഭാഗം ഓതണം എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് അതും അറിയില്ല നിൽക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് ഫാത്തിഹ കുറച്ചറിയാം, ആയത്ത് 2-3 ആയത്ത് അറിയാമെന്നുണ്ടെങ്കിലോ ആ ആയത്തുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓതുക. എന്നാൽ ഫാത്തിഹൻ്റെ 156 അക്ഷരങ്ങൾ ആകുന്ന അത്രയും ഖദർ, അത്രയും അളവിൽ അവൻ അറിയുന്ന 2-3 ആയത്തുകൾ വീണ്ടും വീണ്ടും ഓതുക എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് ഫാത്തിഹന്നെ അറിയില്ല, വേറെ ഖുർആനിൽ നിന്ന് വേറെ സൂറത്തുകളും ഓൻക്കറിയുകയില്ല. അങ്ങനെ എന്നുണ്ടെങ്കിലോ 7 ദിക്റുകളെങ്കിലും ചെല്ലുക. 7 ആയത്താണ് ഫാത്തിഹയിലുള്ളത്, അതിന് പകരമായി 7 ദിക്റുകളെങ്കിലും അവൻ ചൊല്ലുക എന്നുള്ളതാണ്. ഇനി 7 ദിക്റും ഓനക്കറിയില്ല, ഓൻ ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ, ഓൻ നിസ്കരിക്കും, ഫാത്തിഹ അറിയില്ല, ഇസ്ലാമിലുള്ള 7 ദിക്റുകളും അവനക്കറിയില്ല എന്നൊക്കെ എങ്കിൽ അവൻ ഫാത്തിഹ ഓതാനുള്ള സമയമെങ്കിലും അവൻ എണീറ്റ് നിൽക്കണം. കാരണം അവൻ നിസ്കാരത്തിൽ ഖിയാമിൽ എന്ത് ചെയ്യാം, ഫാത്തിഹ ഓതാൻ എത്ര സമയം എടുക്കുമോ അത്ര സമയം ഇങ്ങനെ അവൻ എണീറ്റ് വെറുതെ വെക്കുക. എന്നാൽ ഫാത്തിഹയ്ക്ക് കൊടുക്കുന്ന പരിഗണന അതാകുന്നു. ഒന്നെങ്കിൽ ഫാത്തിഹ മുഴുവൻ ഓതുക, അല്ലെങ്കിൽ ഫാത്തിഹയ്ക്ക് പകരമായ ഖുർആനിൽ നിന്ന് മറ്റേതെങ്കിലും സൂറത്തിൽ നിന്നുള്ള ഇത്ര 7 ആയത്തുകൾ ഓതുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നത്, അതും അറിയില്ലെങ്കിൽ 7 ദിക്റുകളെങ്കിലും ചെല്ലുക. അതിനും കഴിയാത്തൊരാൾ ഫാത്തിഹ ഓതുന്ന 7 ആയത്തുകൾ ഓതുന്ന ഖദർ അത്രയും കണക്കിൽ അവൻ വെറുതെ എണീറ്റ് നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ എന്ത് ചെയ്ത് റുക്കിന് ഖിയാമുൽ ഖാദിർ, എണീറ്റ് നിൽക്കാൻ കഴിയുന്നവൻ എണീറ്റ് നിസ്കരിക്കണം എന്നുള്ളതാണ് ഫർദ് നിസ്കാരത്തിൽ. പിന്നെ അടുത്തത് എന്ത് ചെയ്യുന്നത്, 4ാമത്തെ ഫർദ് ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. ഫാത്തിഹുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഫാത്തിഹുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിന് പറയാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.